Greetings to all of you in the name of our blessed Redeemer and Lord Jesus Christ. നമ്മളുടെ രക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം അറിയിക്കുന്നു. It's a joy for me to be here standing before you with the word of God. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ തക്കോണം ദൈവം എനിക്ക് അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank God, the church and the leadership for this opportunity. ഇവിടെയുള്ള സഭയ്ക്കും സഭയുടെ നേതൃത്വത്തിനും ഞാൻ എനിക്ക് ഈ അവസരം തന്നതിനായി നന്ദി പറയുന്നു. Let me use this opportunity to thank the church for your precious prayers and your faithful support towards the work of the Lord in Narsinghpur region. നരസിംഹപൂരിലെ കർത്താവിന്റെ വേലയോടും അവിടെയുള്ള പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ കളമശ്ശേരി സഭ ഞങ്ങളെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് സഹായങ്ങൾ കൂട്ടായ്മകൾ തരുന്ന ഓർത്ത് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോടുള്ള നന്ദി പറയുന്നു. May God richly reward you for your kind work. നിങ്ങളുടെ എല്ലാ നല്ല പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വലിയവനായിരിക്കുന്ന ദൈവം വളരെ ധാരാളമായി നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Nobody lives for the present but for the future. നമുക്കറിയാം നാം ആരും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നില്ല. പ്രത്യുത നമ്മളുടെ ഓരോരുത്തരും ജീവിക്കുന്നത് നാളുകൾക്ക് വേണ്ടി കൂടിയാണ്. If we carefully look at the life that the people live, ഇപ്പോൾ ആളുകൾ ജീവിക്കുന്നതായിരിക്കുന്ന ഒരു പോക്ക് അവരുടെ ആ ജീവിതത്തിന്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കിയാൽ most of the things that we do it for the future, not for the present moment. നമുക്കറിയാം നമ്മുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് നാം ഈ ഒരു നിമിഷത്തിലേക്ക് അല്ലെ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, വരുവാനുള്ള ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകളോടുകൂടി പദ്ധതികളോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. For example, you can take a typical day of the week for you. How do you spend that day? For that present moment or for the future? അപ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുക, ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അന്നത്തെ ഒരു ദിവസത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ മുന്നോട്ടുള്ള ചില പ്ലാനിങ്ങിനോടുള്ള ബന്ധത്തിലാണോ നിങ്ങൾ ചെയ്യുന്നത്? Now, in the light of this observation, why should we consider it a strange thing when the word of God asks us, the children of God, the disciples of Jesus Christ, to live this present moment in the light of the eternity that he has kept for us? അപ്പോൾ നമ്മൾ പറഞ്ഞതായിരിക്കുന്ന ഈ ഒരു കാര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും നിത്യതയോട് ഉള്ള ബന്ധത്തിലുള്ള ഒരു പ്രത്യാശയോടുകൂടി അല്ലെങ്കിൽ നിത്യതയെ മുന്നോട്ട് നോക്കിക്കൊണ്ട് ജീവിക്കുന്നവരാകണം എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടുവാനായിട്ട് എന്താണുള്ളത്? Why should we consider it a strange thing when the word of God exhorts us to look at the things above and not on the things of this present world? പ്രിയമുള്ളവരെ, മുകളിലുള്ളത് ചിന്തിക്കുക, ഈ ഭൂമിയിലുള്ളതല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുമ്പോൾ ആ രീതിയിൽ ജീവിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് അത് മാത്രം ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമായിട്ട് അല്ലെങ്കിൽ അതിശയകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്? Dear saints, let us set our eyes on that blessed and glorious future that God has kept for us. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവമക്കൾ എന്നുള്ള നിലയിൽ വലിയവനായിരിക്കുന്ന ദൈവം നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിത്യമായിരിക്കുന്ന ആ സ്വർഗീയമായിരിക്കുന്ന ആ ഒരു ജീവിതത്തെ നോക്കി അതിനെ ലാക്കാക്കി മുന്നോട്ട് പോകുന്നവരായിരിക്കണം എന്ന് ഞാൻ ആശിക്കുന്നു. And shall we live this present moment keeping that future in mind? അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നാം ജീവിക്കുമ്പോഴും ഈ ഒരു ദിവസത്തിൽ ജീവിക്കുമ്പോഴും നമ്മളുടെ നോട്ടവും നമ്മളുടെ ചിന്തകളും എപ്പോഴും നിത്യതയിലാക്കിയായിരിക്കണം, സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളിലാക്കിയായിരിക്കണം. With this introduction, I would like to turn your attention to the scripture portion for this morning, book of Revelation chapter 7 verses 9 to 17. അപ്പോൾ ഈ ഒരു കാര്യം ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കാം. വെളിപ്പാട് 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇപ്രകാരം ഞാൻ വായിക്കുന്നു. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ് വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്,
വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. Amen. ആമേൻ. May the Lord bless this reading of His word. ഈ നമ്മൾ വായിച്ചിരിക്കുന്ന ഈ വേദഭാഗത്തിന്റെ വായനയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. This chapter 7 in the book of Revelation is an interlude, an interval, a break. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ വായിച്ചിരിക്കുന്ന ഈ ഭാഗം, 7-ാം അധ്യായത്തിന്റെ പ്രത്യേക ഭാഗം, അതൊരു ഇടവേളയായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. A break, an interlude which falls in between the first series of judgment that this book records, that is the seal judgment. അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ഒരു ന്യായവിധികൾ പരമ്പരകളുടെ, അതായത് ആ മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധികളുടെ ആ പരമ്പരയിൽ ഒരു ഇടയ്ക്ക് വരുന്ന ഒരു ഇടവേളയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വായിച്ചത്. We would be knowing that this book contains 3 series of judgments: the seal, the trumpet and the bowl. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള ന്യായവിധികൾ നമുക്ക് അതിൽ കാണുവാൻ സാധിക്കും. ആ മുദ്രകളോടുള്ള ബന്ധത്തിലുള്ള ന്യായവിധികൾ, അതുപോലെ കാഹളം ധ്വനിക്കുമ്പോഴുള്ള ന്യായവിധികൾ, അതുപോലെ കലശങ്ങൾ ഒഴിക്കുമ്പോഴുള്ള ന്യായവിധികൾ. This chapter is an interlude which falls between the 6th and the 7th seal, the opening of the 6th and the 7th seals. അപ്പോൾ നമ്മൾ വായിച്ചതായിരിക്കുന്ന ഈ ഒരു പ്രത്യേക ഭാഗം, അത് 6-ാമത്തെ മുദ്രയുടെയും 7-ാമത്തെ മുദ്രയുടെയും ഇടയിലുള്ള, 6-ാമത്തെ മുദ്ര പൊട്ടിച്ചിട്ട് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടവേളയിൽ സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. Now this chapter consists of 2 visions. ഇവിടെ 2 ദർശനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. The first 8 verse talks about the first vision. ഇവിടെ ആദ്യത്തെ 8 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ദർശനം അതിൽ വിവരിച്ചിരിക്കുന്നുണ്ട്. The first vision reveals the comforting truth that God's people are both sealed and protected from the judgment of God that will fall upon this world. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് വരുവാനുള്ള വലിയ ന്യായവിധിയിൽ നിന്ന്, അല്ലെങ്കിൽ കഷ്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ ജനം, വിടുവിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ ജനം അവിടെ നിൽക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതുമായിരിക്കുന്ന ഒരു ദർശനമാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. And in the portion that we read this morning, we read about the second vision. അതുപോലെ തന്നെ അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ആ 2-ാമത്തെ ദർശനമാണ്. In this vision also we see the people of God has been picturized. അവിടെയും ദൈവത്തിന്റെ ജനം അവിടെ നിൽക്കുന്നതായിരിക്കുന്ന രീതിയിലാണ് നമ്മൾ അവിടെ ആ ദർശനത്തിൽ കാണുന്നത്. However, from an entirely different perspective. എന്നാൽ അവരവിടെ ആ സമയത്ത് ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. The first multitude is seen as going to enter into the great tribulation. അപ്പോൾ ആദ്യത്തെ ആ കൂട്ടര് എന്ന് പറയുന്നത് അവർ ആ മഹാകഷ്ടത്തിലേക്ക് പോകുന്നതായിരിക്കുന്ന ഒരു ദർശനമായിട്ടാണ് നമ്മളത് കാണുന്നത്. But this second multitude, the vision that we just read, we see people standing after the tribulation. എന്നാൽ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ ദർശനത്തില് ഇവിടെ ആ മഹാകഷ്ടത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്ന ഒരു ജനം അവിടെ അവരുടെ ആ സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഫലത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന ഒരു ദർശനമായിട്ടാണ് നമ്മൾ കാണുന്നത്. A great multitude seen after the tribulation is over in their final state of salvation in the kingdom of God. That's what the second vision shows. 2-ാമത്തെ ദർശനത്തിൽ നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തിലേക്ക് ഈ മഹാകഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രവേശിക്കുന്നവരായിരിക്കുന്ന ഒരു ജനം, അവർ ചെയ്യുന്നതായിരിക്കുന്ന ആ പ്രവൃത്തികളാണ് നമ്മൾ ആ ദർശനത്തിൽ കാണുന്നത്. Now what is this second vision revealing? ഇവിടെ ഈ 2-ാമത്തെ ദർശനത്തില് അതിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? This vision reveals the future that awaits us, the children of God. പ്രിയമുള്ളവരെ, ഈ ദർശനം നാം ഓരോരുത്തർക്കും, ദൈവമക്കളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതായിരിക്കുന്ന ഒരു നിത്യമായിരിക്കുന്ന ഒരു ഭാവികാല പ്രത്യാശയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നതായിരിക്കുന്ന ഒരു ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. The second vision takes our attention to the blessed and glorious future that God has kept for each and every one of His children. തന്റെ മക്കളായിരിക്കുന്ന നാം ഓരോരുത്തർക്കും വലിയവനായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ആ മഹത്വകരമായിരിക്കുന്ന ഭാവി പ്രത്യാശ അല്ലെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നമ്മൾ ഈ ദർശനത്തിൽ കാണുന്നത്. Those who have genuinely repented of their sins and have put their saving faith
on Jesus Christ and on what he did on the cross of Calvary, what kind of future awaits us? That is what this vision talks about. നമ്മുടെ രക്ഷകനാകുന്ന യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ നിവർത്തിച്ച ആ പാപപരിഹാര ബലിയിൽ വാസ്തവമായി ആശ്രയിച്ച് ശരണപ്പെട്ട് അവനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും നിത്യമായിരിക്കുന്ന ഭാവി എപ്രകാരമായിരിക്കും, അവർക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ദർശനത്തിൽ കാണുന്നത്. So what is the future that God has prepared for us, his people? പ്രിയമുള്ളവരെ, വലിയവനായിരിക്കുന്ന ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി അത് എപ്രകാരമുള്ളതാണ്? What does our future look like? എങ്ങനെയാണ് നമ്മുടെ ഭാവി, എപ്രകാരമാണ് അത് ആയിരിക്കുന്നത്? Let us meditate upon this portion നമുക്ക് today. ഈ ഭാഗത്തിൽ നിന്ന് അതിനെക്കുറിച്ച് ചില ചിന്തകൾ ചിന്തിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. If you look at the whole program of God, if you imagine it as a grand movie, നമുക്കറിയാം, വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ പദ്ധതികളും പരിപാടികളും നമ്മളിങ്ങനെ ഒരു സിനിമയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, then this vision that we read in this chapter 7, the second vision, it depicts the climax of that movie, the final scene of that movie. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഒരു നല്ലൊരു സിനിമയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വായിച്ചതായിരിക്കുന്ന ഈ രണ്ടാമത്തെ ദർശനം എന്ന് പറയുന്നത് ആ സിനിമയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ രംഗം എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. So what do we learn looking at this final scene from God's program of salvation? അപ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷാ പദ്ധതിയോടുള്ള ബന്ധത്തിൽ ഈ പ്രത്യേകമായിരിക്കുന്ന ദർശനം, ഇതിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദേശം എപ്രകാരമാണ്, എന്താണത്? I want to leave with you this morning 4 truths concerning our future from this portion. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മളുടെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള 4 പ്രധാന വസ്തുതകൾ, സത്യങ്ങൾ നിങ്ങളോടൊപ്പം ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. First thing, ആദ്യത്തെ കാര്യം, our future will manifest in its fullness our God's faithfulness. പ്രിയമുള്ളവരെ, നമ്മളുടെ ഭാവി എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും നമ്മളുടെ രക്ഷകനായിരിക്കുന്ന ദൈവത്തിൻ്റെ അവൻ്റെ വിശ്വസ്തയോടുള്ള ബന്ധത്തിലുള്ളതാണ്. Verse 9 we read, after this I beheld, and lo, a great multitude which no man could number, of all nations and kindreds and people and tongues, stood before the throne and before the Lamb, clothed with white robes and palms in their hands. 9-ാം വാക്യം, ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയമായ സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. My dear brothers and sisters, our future is going to manifest the great faithfulness of God in its utmost fullness. പ്രിയമുള്ളവരെ, നമ്മളുടെ ദൈവത്തിൻ്റെ ആ പരിപൂർണമായിരിക്കുന്ന വിശ്വസ്തത അത് പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു ഭാവി പ്രത്യാശയാണ് നമ്മൾക്കുള്ളത്. We have a promising future not because we are devout, we are good, we are faithful. നമുക്ക് വളരെ പ്രതീക്ഷാ നിർഭരമായിരിക്കുന്ന ഒരു ഭാവിയാണ് മുന്നോട്ടുള്ളത്. അത് നമ്മളുടെ എന്തെങ്കിലും നന്മ കൊണ്ടോ നമ്മളുടെ എന്തെങ്കിലും വിശ്വസ്ത കൊണ്ടോ നമ്മളുടെ ഭക്തി കൊണ്ടോ അല്ല ആ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത്. We have a promising future only and only because the God who has ordained our future is faithful. പ്രിയമുള്ളവരെ, നമ്മളുടെ ഭാവി അത് ഏറ്റവും മനോഹരമായിരിക്കുന്നത്, ഏറ്റവും ശോഭനമായിരിക്കുന്നത് നാം എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, എന്നാൽ ആ ഭാവിയെ വാഗ്ദത്തം ചെയ്തവനായിരിക്കും നമ്മളുടെ രക്ഷകന്. അവൻ വിശ്വസ്തനും സത്യവാനുമായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. How do we see the faithfulness of God in this particular vision? ഇവിടെ ഈ ദർശനത്തിൽ ദൈവത്തിന്റെ ആ വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? This vision reveals the faithfulness of God in fulfilling all that he has promised to his servants. പ്രിയമുള്ളവരെ, തന്റെ ദാസന്മാരോടുള്ള ബന്ധത്തിൽ താൻ വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന, താൻ അവർക്ക് കൊടുത്തതായിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിറവേറ്റുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. In verse 9 we read about a great multitude. ഇവിടെ ഒരു മഹാപുരുഷാരം എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. An innumerable count of people. എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. People without distinctions. അവിടെ യാതൊരു രീതിയിലുള്ള വേർതിരിവുമില്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെയുണ്ട്. All nations, kindreds, people, tongues. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ജനക്കൂട്ടം. All standing before the throne of God, being victorious. അവിടെ ആ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ജയാളികളായി, പ്രിയമുള്ളവരെ, എണ്ണിക്കൂടാത്ത സകല ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഒക്കെയുള്ള ഈ ആളുകളെല്ലാം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. What is the identity of this great multitude? അപ്പോൾ ഇവരുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവരെ എങ്ങനെയുള്ള ആളുകളാണ്, അല്ലെ എവിടെ നിന്നുള്ള ആളുകളാണ്? We need not limit their identity to a group of people from a particular period.
of history with respect to God's program of salvation. നമുക്കറിയാം ദൈവത്തിന്റെ രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രം ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ അല്ല നമ്മളിവിടെ കാണുന്നത്. This great multitude encompasses all the people of God across every age. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ തുടക്കം മുതലുള്ള സകല കാലഘട്ടത്തിലുമുള്ള ദൈവത്തിന്റെ ജനം അവരുടെ എല്ലാം ഒരു കൂട്ടമായിട്ട് നമുക്ക് ഇവരെ കാണുവാനായിട്ട് സാധിക്കും. And this is the triumphant people of God in the kingdom of God. ഇവിടെ ദൈവത്തിന്റെ രാജ്യത്തിലെ ദൈവസന്നിധിയിൽ ജയാളികളായിട്ട് വിജയിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നു. Now what does this size and constitution of this great multitude tell us about the faithfulness of God? ഇത്ര വലിയതായിരിക്കുന്ന മഹാപുരുഷാരം ഇങ്ങനെ ഈ രീതിയിൽ കൂടി വന്ന് നിൽക്കുന്നത്, ആ ഒരു കാഴ്ച നമ്മളോട് വിളിച്ചു പറയുന്ന ആ സത്യം എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള സത്യം എന്താണ്? God is faithful in keeping his promises. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവന്റെ പദ്ധതികളെ പൂർണ്ണമായിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും നിറവേറ്റുവാൻ തക്കോണം വിശ്വസ്തനാണ് എന്നുള്ള സത്യമാണ് അത് നമ്മളോട് പഠിച്ചു പറയുന്നത്. From the Old Testament perspective, think about the promise that he made to Abraham. നമുക്കറിയാം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ തന്റെ പ്രോമിസുകളെ കുറിച്ച് നമ്മൾക്കൊന്ന് ചിന്തിച്ചാൽ, When God called Abraham, what did he tell him? What will I do for you? അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവം തന്നോട് എന്താണ് പറഞ്ഞത്? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. Book of Genesis chapter 12 verse 3, it says, And I will bless them that bless thee, and curse him that curseth thee, and in thee shall all the families of the earth be blessed. ആ പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അവന് കൊടുത്ത ആ വാഗ്ദത്തം അനുഗ്രഹം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. In thee shall all the families of the earth be blessed. ഭൂമിയിലെ സകല ആളുകളും സകല കുടുംബങ്ങളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. And as God promised, we see here a multitude without any distinction. പ്രിയമുള്ളവരെ, അബ്രഹാമിനോട് അന്ന് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലയിൽ ഇന്ന് നിത്യതയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം എല്ലാ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുമുള്ള ഒരു വലിയ ഒരു ജനക്കൂട്ടം യാതൊരു വേർതിരിവുമില്ലാതെ അവരെ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. Also God promised him that his descendants will be innumerable in count. അവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എണ്ണിക്കൂടാത്തതായിരിക്കുന്ന ഒരു ജനം നിന്നിൽ നിന്ന് ഉളവാകും. Genesis chapter 15 verse 5, the Lord brought him forth and showed him the heavens and said, As the number of stars are there in the sky, like that will be your descendants. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 1-ാം വാക്യത്തിൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, നീ ആകാശത്തിലേക്ക് നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിന്റെ മക്കളെ ആക്കുമെന്നുള്ള വാഗ്ദത്തം ദൈവം തനിക്ക് കൊടുത്തു. The same we see being fulfilled here in this vision. It is an innumerable count of people which no man can ever count. പ്രിയമുള്ളവരെ, ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി നമ്മൾക്ക് ഇന്ന് ഇവിടെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എണ്ണിക്കൂടാത്ത സകല ജാതികളിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു മഹാപുരുഷാരം ഇവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. So this innumerable multitude drawn from every people group without distinction, it tells us that God is faithful in what he had promised to Abraham. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം അവരിവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ അവന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്, അവന്റെ വിശ്വസ്തതയുടെ തെളിവാണ്. Coming to the New Testament, remember what the Lord promised in Matthew chapter 16 verse 18. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവിന്റെ വാഗ്ദത്തം അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? God said, I will build my church and the gates of Hades shall not prevail against it. നമ്മൾ വായിക്കുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. This final scene from the program of God's salvation attests to the fact that God will fulfill what he has promised. He will build his church triumphantly. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആ വലിയ വാഗ്ദത്തത്തിന്റെ നിവൃത്തി എന്നുള്ള നിലയിൽ ദൈവത്തിന് കർത്താവിന്റെ സഭ അവിടെ സ്ഥാപിച്ച് അതിൽ കൂടി അനേക ആളുകൾ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവമക്കളായി തീരുവാനായിട്ടുള്ള ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി നമ്മൾക്ക് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് Even when Satan goes all out against the church in the context of the great tribulation, even then God is going to build his church triumphantly. That is what this great multitude reveals. പ്രിയമുള്ളവരെ, സാത്താൻ അവന് എത്ര തന്നെ പരിശ്രമിച്ചു കൊള്ളട്ടെ, ഏതൊക്കെ രീതിയിൽ കഷ്ടതകള് മഹാപീഡനങ്ങൾ ദൈവത്തിന്റെ ജനത്തിന് വരുത്തിക്കൊള്ളട്ടെ, എന്നാൽ അതിൽ കൂടി കടന്നുപോയി വിജയിക്കുന്നതായിരിക്കുന്ന ഒരു മഹാപുരുഷാരൻ ജനത്തെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച് ഈ രീതിയിൽ മാറ്റി നിർത്തുന്നത് ദൈവത്തിന്റെ വിശ്വസ്തയുടെ പ്രതിഫലനമാണ്. The church triumph could also be seen in this vision if you think
from the Great Commission's perspective. നമുക്കറിയാം മഹാനിയോഗത്തോടുള്ള ബന്ധത്തിൽ ആ ദൈവത്തിന്റെ സഭ നിവർത്തിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. In Matthew chapter 28 verse 19, the Lord said, "Go ye and make disciples of all nations." ഇവിടെ നിങ്ങൾ സകല ജാതികളിൽ നിന്ന് ശിഷ്യന്മാരെ ഉളവാക്കിക്കൊള്ളുക എന്നുള്ള ഒരു വലിയ നിയോഗം, ഒരു വലിയ കൽപ്പന നമ്മൾക്ക് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. This final vision gives us the foreknowledge that yes, this great commission will be indeed fulfilled triumphantly, victoriously by the church. ഈ ഒരു ദർശനം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, കർത്താവിന്റെ ആ ഒരു വലിയ വാഗ്ദത്തം, ആ കൽപ്പന അത് അക്ഷരാർത്ഥത്തിൽ നിറവേറി ദൈവജനമായി തീർന്ന ദൈവഭാഗത്തേക്ക് വന്നായിരിക്കുന്ന വലിയ ഒരു പുരുഷാരം ഇന്ന് ഇവിടെ ഈ നിത്യതയിലെ കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. For all nations and kindreds and people and tongues are represented here in this great multitude. ഇവിടെ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളെല്ലാം ഉൾപ്പെട്ടതായിരിക്കുന്ന അവരെല്ലാവരും പ്രതിനിധീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മഹാപുരുഷാരം ജനത്തെ നമ്മൾ ഇവിടെ കാണുകയാണ്. Brothers and sisters, we may think that today the situation is not favorable for the Lord's work. I have so many commitments to fulfill. I don't have time for the Lord's work. Well, we may keep ourselves away from the work of the Lord, giving a number of excuses. But remember, God's commission will be fulfilled. If we are not part of that commission, if we are not contributing to that cause, we are the one who are going to lose. God is going to build his kingdom. പ്രേമമുള്ളവരെ, വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മൾക്ക് തന്നായിരിക്കുന്ന മഹാനിയോഗത്തോടുള്ള കൽപ്പനയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ആ വേലയിൽ നമ്മൾ ഉത്സാഹമുള്ളവരായി തീർന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരായി തീർന്നില്ല എങ്കിൽ നമ്മൾക്ക് പറയുവാൻ അനേക കാരണങ്ങളുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ സമയത്ത് സുവിശേഷം പറയുവാൻ പറ്റിയ സമയമല്ല, അനേക പീഡകൾ ഉപദ്രവങ്ങളുള്ള സമയമാണ്, അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ വളരെ തിരക്കിലാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നെ ആ കർത്താവിൻ്റെ ആ കൽപ്പന അത് ആചരിക്കുന്നതിൽ നിന്ന്, അത് കീപ്പ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുക തന്നെ ചെയ്യും. ആ കൽപ്പന പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. നഷ്ടമുണ്ടാകുവാൻ പോകുന്നത് നമ്മൾക്കാണ്. കാരണം നമ്മൾക്കതിൽ പങ്കില്ലാതെ വരുന്നതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. So this scene tells us that we should not neglect the work of the Great Commission, because that's a triumphant work, victorious work. It is going to fulfill its purposes. അതുകൊണ്ട് ഈ ദർശനം നമ്മളോട് പറയുന്നതായിരിക്കുന്ന സന്ദേശം ഇതാണ്: ആ കർത്താവിൻ്റെ ആ മഹാനിയോഗം, ആ മഹാകൽപ്പനയിൽ പങ്കാളികളായി തീരുവാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ നഷ്ടം നമുക്കായിരിക്കും. കാരണം അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും, അത് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഉളവാകുന്നതായിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം ദൈവസന്നിധിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മൾ പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. So what is the first thing that we are learning from this vision? അപ്പോൾ ഈ ദർശനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആദ്യത്തെ പ്രധാന സന്ദേശം എന്താണ്? This innumerable multitude of people belonging to different people group, kindreds, tongues, nations, what does it tell us? അപ്പോൾ ഇവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നതായിരിക്കുന്ന എണ്ണിക്കൂടാത്ത സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഒക്കെയുള്ളതായിരിക്കുന്ന ഈ മഹാപുരുഷാരം അവർ നമ്മോട് വിളിച്ചു പറയുന്നതായിരിക്കുന്ന പ്രധാന സത്യം എന്താണ്? God is faithful. പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തനാണെന്നുള്ള സത്യമാണ് ഈ ജനക്കൂട്ടം അവർ പറയാതെ നമ്മളോട് കാണിക്കുന്നതായിരിക്കുന്നത്. He will fulfill all that he has promised. ദൈവം വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് എത്ര തന്നെ ആയിക്കൊള്ളട്ടെ, എന്തുമാത്രം ആയിക്കൊള്ളട്ടെ, അതെല്ലാം പൂർണ്ണമായിരിക്കുന്ന അളവിൽ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള സത്യമാണ് ഈ ജനക്കൂട്ടം നമ്മളോട് വിളിച്ചു. Our future will be a living testimony to God's faithfulness. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന പൂർത്തീകരണമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു സാക്ഷ്യപത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. So my dear brothers and sisters, let us live this present in the context of this future. Let us hold on to the word of God, for he is faithful. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ നിത്യതയോടുള്ള ബന്ധത്തിൽ, നിത്യതയോടുള്ള ദർശനത്തിൽ, നിത്യതയുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളുടെ ജീവിതങ്ങളെ നമ്മൾക്ക് നയിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരണം ദൈവം വിശ്വസ്തനാണ്, അവൻ തന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്നവനാണ്. The second truth that this vision reveals about our future is that our future is about worshiping God. അതുപോലെ തന്നെ അതിന്റെ രണ്ടാമത്തേതായിരിക്കുന്ന പ്രധാന സന്ദേശം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതികളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നുള്ള കാര്യമാണ്. Looking at this final scene of salvation, it is interesting to note what this innumerable multitude is doing. ഇവിടെ ഈ ഒരു വലിയ ഒരു പുരുഷാരം ഇങ്ങനെ കൂടി വന്നിരിക്കുമ്പോൾ അവരവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. In verses 10 to 12 we see what they are doing. ഇവിടെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരവിടെ ഈ നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Verse 10 reveals that this great multitude of the redeemed ones are
praising and worshipping God. ഇവിടെ 10ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരവിടെ ആ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. Verse 10, salvation to our God which sitteth upon the throne and unto the Lamb. ഇവിടെ അവർ പറയുന്നു, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. And again, when we look at verses 11 and 12, what are the angels and the elders and the beasts doing? അപ്പോൾ ഈ 11-12 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ദൂതന്മാരെയും മൂപ്പന്മാരെയും ജീവികളെയും എല്ലാം കാണുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? They are also worshipping God. അവരും ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ The whole multitude, whether of the redeemed ones or the angelic ones, they are worshipping God. നമുക്കറിയാം, ഇവിടെ രക്ഷിക്കപ്പെട്ട വിടുവിക്കപ്പെട്ട് വന്നായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ജനം മാത്രമല്ല, ആ സ്വർഗത്തിലെ ദൂതന്മാരും മൂപ്പന്മാരും ജീവികളും ആ സ്വർഗീയ ഗണങ്ങളും എല്ലാം അവർ ചെയ്യുന്ന ഏക പ്രവൃത്തി എന്ന് പറയുന്നത് ആ ദൈവത്തെ ആരാധിക്കുന്നു, അവനെ സ്തുതിക്കരേറ്റുന്നു. And what is the content of their worship? അവിടെ അവർ ആരാധിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ ആരാധനയുടെ വിഷയം എന്താണ്? As we read in verse 10, as far as the redeemed are concerned, they are praising God, worshipping God for the salvation that he has brought. പ്രിയമുള്ളവരെ, വിടുവിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവജനം അവർ ആരാധിക്കുന്നത് അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ആ വലിയ രക്ഷയുടെ ഓർമ്മയെ പ്രശ്നമാക്കിക്കൊണ്ടാണ്, ആ രക്ഷയോടുള്ള ബന്ധത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. Verse 10, salvation to our God, or salvation belongs to our Lord. അവിടെ രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ ആരാധിക്കുന്നത്. This ascription made by the redeemed ones once again makes it very clear what the Bible repeatedly teaches us. പ്രിയമുള്ളവരെ, ബൈബിളിലെ സന്ദേശം അത് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നതായിരിക്കുന്ന ആ പ്രധാന സത്യം വീണ്ടും ഈ ജനക്കൂട്ടം ഏറ്റു പറയുന്നതായിട്ട് നമ്മൾ 10ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ This ascription teaches us that salvation is not a joint venture between God and man. പ്രിയമുള്ളവരെ, രക്ഷ എന്ന് പറയുന്നത് അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൂട്ടുപരിപാടിയല്ല, ഒരു കൂട്ടുകച്ചവടത്തിന്റെ പരിപാടിയല്ല. It entirely belongs to God and God alone. നമ്മളുടെ രക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കക്കാരനും അതിൻ്റെ ആ കാര്യങ്ങളെ ക്രമീകരിച്ചവനും പൂർണ്ണമായിട്ട് ദൈവം തന്നെയാണ്. ദൈവമാണ് അത് പൂർണ്ണമായിട്ട് നിറവേറ്റുന്നതും നിവർത്തിക്കുന്നതും. It is not even 0.00001% man and the rest God. പ്രിയമുള്ളവരെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ 0.001% മനുഷ്യന്റെ എന്തെങ്കിലും പ്രവൃത്തിയാണ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾക്ക് പറയുവാനായിട്ടുള്ള നിർവാഹമില്ല. No, salvation entirely belongs to God. It is his gift, lest any should boast. പ്രിയമുള്ളവരെ, രക്ഷ എന്നുള്ളത് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ദാനമാണ്. അത് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ദാനം മാത്രമാണ്. നാം ആരും പ്രശംസിക്കാതിരിക്കാൻ നമ്മളുടെ എന്തെങ്കിലും ഒരു ചെറിയ അളവിലുള്ള എന്തെങ്കിലും ഒരു പ്രയത്നം പോലും അതിനകത്ത് അടങ്ങിയിട്ടില്ല. So this redeemed multitude is praising God, worshipping God for the salvation that he has brought. ഇവിടെ ദൈവം അവർക്ക് കൊടുത്തതായിരിക്കുന്ന ആ വലിയ രക്ഷയെ ഓർത്തുകൊണ്ട് ഈ വലിയ ജനക്കൂട്ടം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ And when we look at the context of this worship, we understand that the salvation that they are referring to is the full and complete salvation. പ്രിയമുള്ളവർ, ഇവർ ഇവിടെ പറയുന്നതായിരിക്കുന്ന ഈ രക്ഷ എന്ന് പറയുന്നത് അത് പൂർണ്ണമായിരിക്കുന്ന നിറവേറ്റപ്പെട്ടതായിരിക്കുന്ന അത് ആ രീതിയിൽ കംപ്ലീറ്റ് ആക്കപ്പെട്ടതായിരിക്കുന്ന ഒരു രക്ഷയെക്കുറിച്ചാണ്. Salvation which includes not only deliverance from the sin, അവരുടെ പാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ എന്നുള്ള നിലയിൽ മാത്രമല്ല, but also the blessed future of being in the presence of God. അവിടെ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ ആ സന്നിധിയിൽ നിൽക്കുന്നതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ആ രക്ഷ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നത്. So this multitude is praising God for the salvation, the full and complete salvation which he has given പ്രിയമുള്ളവരെ, graciously. തങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന പൂർത്തീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും മഹത്വപൂർണ്ണമായിരിക്കുന്ന ആ ഒരു രക്ഷയുടെ ഓർമ്മയെ അതിനെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ ആരാധിക്കുന്ന ചിത്രമാണ് നമ്മൾ And കാണുന്നത്. as for the angels and the elders and the beasts, what is the content of their worship? എന്നാൽ അവിടെ മറ്റൊരു കൂട്ടം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ജീവികളുണ്ട്, ദൂതന്മാരുണ്ട്, അതുപോലെ തന്നെ മൂപ്പന്മാരുണ്ട്. In verse 11 we read, 11 and 12 we read, they are ascribing sevenfold worship to God. അവിടെ 11-12 വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്വർഗീയ ഗണങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഈ ഗണങ്ങൾ അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ 7 പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നത്. Blessing and glory and wisdom and thanksgiving and honor and power and might.
They are offering sevenfold worship to God. ഇവരെ അവർ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ പറയുന്നു, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്ന് പറഞ്ഞ 7 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദൈവത്തെ അവർ ആരാധിക്കുന്നത്. What does that signify? അതെന്താണ് കാണിക്കുന്നത്? They are fully and completely praising God for rescuing a people and making them their own, his own. പ്രിയമുള്ളവരെ, ഒരു ജനക്കൂട്ടത്തെ, ഒരു ജനവിഭാഗത്തെ ദൈവത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായ രീതിയിൽ അവരുടെ രക്ഷ പൂർത്തീകരിച്ച് അവരെ ആ രീതിയിൽ കരസ്ഥമാക്കിയതായിരിക്കുന്ന ആ വലിയവനായിരിക്കുന്ന ദൈവത്തിനുള്ള നന്ദി, ആ രീതിയിലുള്ള സ്തുതിയും സ്തോത്രമാണ് ഈ സ്വർഗീയ ഗണങ്ങൾ അവിടെ കരയേറ്റുന്നത്. My dear brothers and sisters, what does this response of the redeemed ones and the angelic host tell us with respect to this last scene of salvation? പ്രിയമുള്ളവർ, ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഈ ദർശനത്തോടുള്ള ബന്ധത്തിൽ ഈ സ്വർഗീയ ഗണങ്ങളുടെയും അതുപോലെ തന്നെ വിടുവിക്കപ്പെട്ടതായിരിക്കുന്ന വിമുക്തന്മാരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിന്റെയും ആരാധനയുടെ ആ ചിത്രം, അത് നമ്മളോട് വിളിച്ചു പറയുന്ന പ്രധാന സന്ദേശം എന്താണ്? This tells us that worship is the most befitting, suitable and appropriate response to the salvation that God has given us. പ്രിയമുള്ളവരെ, അത് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്, ദൈവസന്നിധിയിലേക്ക് നാം വരുമ്പോൾ ദൈവത്തിന് നമ്മളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവം നമ്മൾക്ക് നൽകിയതായിരിക്കുന്ന വലിയ വിടുതലിനോടുള്ള ബന്ധത്തിൽ, പൂർത്തീകരിക്കപ്പെട്ടതായിരിക്കുന്ന രക്ഷയോടുള്ള ബന്ധത്തിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്ന ഏക കാര്യം, അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് പ്രത്യുപകാരം എന്നുള്ളത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ആരാധനയും സ്തുതിയും സ്തോത്രവും മാത്രമാണ്. What is the best response that one could give for the great salvation God has given us freely? It is worship. നമ്മൾക്ക് ലഭിച്ചതായിരിക്കുന്ന സൗജന്യമായിരിക്കുന്ന മഹത്വപൂർണ്ണമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് തിരികെ കൊടുക്കുവാനായിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് അവന്റെ സന്നിധിയിൽ അവനെ ആരാധിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. The time we just spent before the sermon worshiping God, dear saints, that's not an ordinary time. That's a very precious time, because that is what we are going to do forever in the eternal future. പ്രിയമുള്ളവരെ, കുറച്ചു മുമ്പ് നമ്മൾ സഭയായിട്ട് അവന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. അത് വളരെ ചെറിയ ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കിടരുത്. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നതായിരിക്കുന്ന ഈ ആരാധന അത് വളരെ ലിമിറ്റഡ് ആണ്, കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ നിത്യതയിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ ചെയ്യുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കാര്യം മാത്രമായിരിക്കും. Now this final scene also gives us a full and complete understanding of what worship actually means. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ശരിയായ രീതിയിലുള്ള ആരാധന അല്ലെങ്കിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ, what is it to worship God? ഇവിടെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? Very often we tend to limit worship to one single dimension, robbing it of its beauty. പ്രിയമുള്ളവരെ, ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും അതിന് പൂർണ്ണമായിരിക്കുന്ന ആ ഒരു ആശയം അല്ലെങ്കിൽ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കുന്ന, വളരെയധികം കാര്യങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. This vision manifests at least 3 different dimensions which should be there in our worship. ഇവിടെ നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ കാണുമ്പോൾ പ്രത്യേകമായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു ആരാധനയാണ് ഇവരിവിടെ കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. Firstly, worship has to do with ascribing praises to God. ഇവിടെ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റുന്നു എന്നുള്ള കാര്യം അവരവിടെ ചെയ്യുന്നുണ്ട്. That's what we read in verse 10. ഇവിടെ 10ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം അതാണ്, അവർ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. This is how we commonly understand worship. ഇവിടെ പൊതുവായിട്ടുള്ള രീതിയിൽ ആരാധനയോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് തന്നെയാണ്, സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റുക. But this is not worship in its totality. Worship means more than this. എന്നാൽ ആരാധന എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, ആ ഒരു സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമല്ല ആരാധന നമുക്ക് ചിന്തിക്കുവാൻ. The second dimension concerning worship we see is in verse 11. ഇവിടെ 11ാം വാക്യത്തിൽ ആരാധനയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. Worship involves surrendering oneself to God. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, കീഴടക്കുക, അല്ലെങ്കിൽ അവന്റെ സന്നിധിയിൽ വിനയപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Look at the posture of the angelic beings. They fell before the throne on their faces and worshipped God. Worship involves surrender. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഈ സ്വർഗീയ ഗണങ്ങളുടെ ആരാധനയെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് അവര് അവിടെ ചുറ്റും നിന്ന സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു എന്ന് നമ്മൾ വായിക്കുന്നു. കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു എന്നുള്ള കാര്യം നമ്മളിവിടെ കാണും. So our heart's condition also matters. It's not just about ascribing praises with our tongues.
Are we ascribing praises with a heart that has fully surrendered itself to God? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളിവിടെ കവണ വീഴുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ആ വാക്കുകളുടെ ഒരു പരിപാടി മാത്രമായിട്ട് അത് തീർന്നു പോകാതെ നമ്മളുടെ മനസ്സിലായി സർവശക്തനായിരിക്കുന്ന സർവമഹത്വവാനായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് വിനയപ്പെട്ടുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ മനസ്സുകൊണ്ട് കവണ വീണ് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ആരാധനയാണ് അവന് വേണ്ടിയിട്ട് കരയേറ്റേണ്ടത്. The third dimension of worship that this vision reveals is in verse 15. Worship involves serving God. ഇവിടെ ദൈവത്തെ ആരാധിക്കുക അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് സർവീസ് ചെയ്യുക. Worship involves serving God. Serving അവനെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണുവാനായിട്ട് In സാധിക്കും. verse 15 we see, therefore are they before the throne of God and serve him day and night in his temple. ഇവിടെ നമ്മൾ അവിടെ വായിക്കുന്നു, അവന്റെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. To worship is to live our life daily for him, for God, who loved us and who bought us with his blood. പ്രിയമുള്ളവരെ, തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തവനായിരിക്കും, നമ്മളെ വിലയ്ക്ക് വാങ്ങിയവനായിരിക്കുന്ന ഈ ദൈവത്തിന് നമ്മളുടെ ജീവിതവും നമ്മളുടെ ആ പൂർണ്ണമായിരിക്കുന്ന ശക്തിയും ആരോഗ്യവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു ആശയം കൂടി ആരാധനയിലുണ്ട്. So true worship involves at least these three dimensions: ascribing praises to God, surrendering oneself to God, and serving God through one's lives and abilities. അതുകൊണ്ട് ആരാധനയോടുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാധനയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയതായിരിക്കുന്ന മൂന്ന് ആശയങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുക എന്നുള്ളൊരു കാര്യം അതിൽ അടങ്ങിയിരിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഏറ്റവും വിനയപ്പെട്ട് താണു വീണവനെ നമസ്കരിക്കുക എന്നുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു നിലയിലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. Dear saints, shall we examine our lives? Are we rendering true worship to God? ഈ ഒരു കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ, ഈ ആശയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ ആരാധനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, എപ്രകാരമുള്ള ഒരു ആരാധനയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ കരയേറ്റുന്നത് എന്ന് തീർച്ചയായിട്ടും നാം നമ്മളോട് തന്നെ ചോദിക്കാൻ ആവശ്യമുണ്ട്. When we came for the church meeting this morning, did we come with this kind of preparation to worship God? ഈ രീതിയിലുള്ള ഒരു മനോഭാവത്തോടുകൂടി, ഈ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണോ ഇന്ന് പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്? Let us remember that worship is the most befitting, suitable and appropriate response we could render to God for all that he has done for us. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടി ചെയ്തതായിരിക്കുന്ന സകല മഹത്തരമായിരിക്കുന്ന കാര്യങ്ങൾക്കും പ്രതിഫലമായി പകരമായിട്ട് നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മഹത്തായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് ദൈവത്തിനുള്ള ആരാധനയാണ് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. Dear saints, shall we take our worship seriously? അതുകൊണ്ട് നമ്മുടെ ആരാധനാ മീറ്റിങ്ങുകൾ അത് തീർച്ചയായിട്ടും ഗൗരവമായിട്ടുള്ള രീതിയിൽ ശരിയായിരിക്കുന്ന കാഴ്ചപ്പാടിൽ തന്നെ നമ്മൾ ചെയ്യുവാനായിട്ട് വളരെ ആവശ്യമാണ്. For this is one thing that we are going to do forever. Our eternal duty it is to worship God. പ്രിയമുള്ളവരെ, ഈ ആരാധന എന്ന് പറയുന്നത് അത് നിത്യകാലം മുഴുവൻ, നിത്യത മുഴുവനും നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുവാൻ പോകുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ശരിയായിരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ആവശ്യമുണ്ട്. So shall we ascribe praises to God with our mouths? Let us live our life in surrender to the Lord and let us serve him all throughout the days of our life. അതുകൊണ്ട് ദൈവത്തെ നമ്മളുടെ വാക്കുകൾ കൊണ്ട്, അധരങ്ങൾ കൊണ്ട് ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഹൃദയങ്ങളിൽ അവൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് വിനയപ്പെട്ട് ആ രീതിയിൽ അവൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങളെ തൻ്റെ ഇഷ്ടത്തിന് ആ രീതിയിൽ ഫലമേൽപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് ശരിയായിരിക്കുന്ന ആരാധന എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. The third truth concerning our future which this vision reveals is that our future is about victory. അതുപോലെ തന്നെ നമ്മളുടെ നിത്യമായിരിക്കുന്ന ഭാവി കാലത്തോടുള്ള ബന്ധത്തിൽ മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന പ്രധാന സത്യം എന്ന് പറഞ്ഞാൽ നാം വിജയാളികളായി തീരുമെന്നുള്ള കാര്യമാണ്. Verse 9, 13, 14 talks about that dimension. ഇവിടെ 9 അതുപോലെ തന്നെ 13, 14 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതായിരിക്കുന്ന പ്രധാന ആശയം അതാണ്, നാം വിജയാളികളായി തീരും. Especially in verses 13 and 14 we see one of the elders anticipating what John is about to ask, rhetorically asks him about the identity of this multitude. ഇവിടെ 13, 14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാന്റെ മനസ്സിൽ വന്നതായിരിക്കുന്ന ഒരു ചോദ്യം, അത് അവിടെയുള്ള ഒരു മൂപ്പൻ തന്നെ ആലങ്കാരികമായിരിക്കുന്ന രീതിയിൽ താൻ തന്നെ അവനോട് ചോദിക്കുകയും താൻ തന്നെ അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. In verse 14 he himself answers, these are they which came out of great tribulation. ഇവിടെ താൻ ഒരു ചോദ്യം ചോദിക്കുന്നു, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളയും നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആറ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്,
ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. Yeah, and have washed their robes and made them white in the blood of the Lamb. Yes, അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. What is this great tribulation? പ്രിയമുള്ളവരെ, ഇവിടെ മഹാകഷ്ടം എന്ന് പറയുന്നത് എന്താണ്? It will be a time of intense suffering and martyrdom that the people of God will face just before the second coming of Lord Jesus Christ. നമുക്കറിയാം, മഹാകഷ്ടം എന്ന് ഇവിടെ കാണിക്കുന്നതായിരിക്കുന്ന ആ കാര്യം, അത് ഈ പറഞ്ഞായിരിക്കുന്ന അവരുടെ ആ നിത്യമായിരിക്കുന്ന ഭാവിയോടുള്ള ബന്ധത്തിൽ അതിന് തൊട്ട് മുമ്പേ സംഭവിക്കാനുള്ള ഒരു കഷ്ടതയും അതുപോലെ തന്നെ രക്തസാക്ഷി മരണവും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. The great tribulation will be a concentration of satanic hostility which the church or the people of God has faced all throughout their history. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിന്റെ ആരംഭം മുതൽ ദൈവമക്കളായിരിക്കുന്ന ദൈവജനത്തിനെതിരെ സാത്താൻ പ്രവർത്തിച്ചു വന്നതായിരിക്കുന്ന സകല പ്രതികൂലങ്ങളുടെയും എതിർപ്പുകളുടെയും അല്ലെങ്കിൽ കഷ്ടതകളുടെയും ഒരു പൂർത്തീകരണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു രംഗം എന്നുള്ള നിലയിൽ നമുക്ക് ഈ മഹാകഷ്ടത്തെ കാണിക്കുവാനായിട്ട് സാധിക്കും. Great tribulation will be a one last final ditch effort made by Satan to take away the people of God from their relationship with God, using tribulations or sufferings as a context. ദൈവജനത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളയാൻ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് സാത്താൻ നടത്തുന്ന അവസാനത്തെ ഒരു പരിശ്രമം എന്നുള്ള നിലയിൽ അവരെ കഷ്ടങ്ങളിൽ കൂടി കടത്തി വിടുകയും ഒരുപക്ഷെ അവരെ കൊന്നുകളയുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു മഹാപീഡനകാലം എന്നുള്ള നിലയിൽ നമുക്ക് ഈ മഹാകഷ്ടത്തെ കാണുവാനായിട്ട് സാധിക്കും. The idea of great tribulation we read both in the Old Testament as well as in the New. ഇവിടെ ഈ കഷ്ടതയെക്കുറിച്ച് മഹാകഷ്ടങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ വായിക്കുന്നുണ്ട്. In the book of Daniel chapter 12 verse 1 we read about this. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. There it says, and there shall be a time of trouble such as never was since there was a nation even to that same time. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു മഹാകഷ്ടം ഉണ്ടാകും. And in Matthew, Gospel according to Matthew chapter 24 verse 21, the Lord also mentions about the great tribulation. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവും ഈ മഹാകഷ്ടത്തെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. He says, for then shall be great tribulation such as was not since the beginning of the world to this time, no, nor ever shall be. ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതായിരിക്കുന്ന മഹാകഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. Now here in verse 14, we should not limit the identity of this multitude to only those who have come out of the great tribulation. നമുക്കറിയാം, ഇവിടെ ഈ 14-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞതായിരിക്കുന്ന ജനക്കൂട്ടം അവര് ഈ മഹാകഷ്ടത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന ജനക്കൂട്ടം മാത്രമാണ് എന്നുള്ള നിലയിൽ നമ്മൾ അവരെ ചുരുക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. The great tribulation will be the last of all the tribulations that the people of God will have to ever suffer. മഹാകഷ്ടം എന്ന് പറയുന്നത് സാത്താൻ അവർക്കെതിരെ പ്രയോഗിക്കുന്ന അവസാനത്തെ പൂർണ്ണമായിരിക്കുന്ന അവസാനത്തെ കഷ്ടം അല്ലെങ്കിൽ ആ പീഡനം എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. However, the matter of fact is that the people of God has always had sufferings right from the days of Abel. എന്നാൽ നമുക്കറിയാം, ദൈവജനത്തിന് പ്രാരംഭകാലം മുതൽ കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആബേലിന്റെ കാലം മുതൽ ആ ഒരു ചരിത്രം നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ട്. And when we come to the New Testament, as Paul reminds the disciples in Acts 14:22, Paul says, through much tribulation we need to enter into the kingdom of God. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നു, നാം ഇങ്ങനെ സകല കഷ്ടങ്ങൾ കൂടിയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. So as far as tribulation goes, it is the common lot of everyone who believes in Jesus Christ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും മഹാകഷ്ടങ്ങൾ, പീഡനങ്ങൾ, പരിശോധനകൾ എന്ന് പറയുന്നത് അത് അവർ കടന്നു പോകേണ്ടതായിരിക്കുന്ന അനുഭവങ്ങളാണ്, അത് അവരുടെ അവകാശങ്ങൾ തന്നെയാണ്. Now the point here is, what could these tribulations do, or what could the great tribulation do in this context? ഇവിടെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മഹാകഷ്ടങ്ങൾ എന്താണ് അവർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവരിൽ ഉളവാക്കുന്നതായിരിക്കുന്ന പ്രതികരണം എന്താണ്? Was the great tribulation able to stop these saints from entering into their glorious future? പ്രിയമുള്ളവരെ, അവരുടെ മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു ഭാവിയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അവരെ തടയുവാനായിട്ട് സാത്താൻ കൊണ്ടുവന്നതായിരിക്കുന്ന ഈ മഹാകഷ്ടങ്ങൾ, മഹാപീഡനങ്ങൾ, അത് ആ രീതിയിൽ അത് വിജയിച്ചുവോ, അതല്ലെങ്കിൽ ആ രീതിയിൽ അവരെ തടയുവാനായിട്ട് സാധിച്ചുവോ? No. നമുക്കറിയാം, അത് അവരെ സാധിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് Even despite the great tribulation, we see here
people who are victoriously standing before the throne of God, having washed their robes and made them white in the blood of the Lamb. പ്രിയമുള്ളവരെ, ഈ മഹാകഷ്ടത്തിൽ കൂടി പ്രവേശിച്ചതായിരിക്കുന്ന ജനം, അതിൽ അകപ്പെട്ടതായിരിക്കുന്ന ജനം അതിൽ തകർന്നു പോയില്ല, തളർന്നു പോയില്ല, അവരതിൽ പരാജയപ്പെട്ടു പോയില്ല. അവര് ആ കഷ്ടത്തിൽ കൂടി കടന്നുപോയി തങ്ങളുടെ രക്ഷകനായിരിക്കുന്ന കർത്താവിൻ്റെ രക്തത്തിൽ അവരുടെ അങ്കികളെ കഴുകി ശുദ്ധീകരിച്ച് അവരിന്ന് നിത്യമായിരിക്കുന്ന മഹത്വത്തിൽ ആ വിജയാളികളായിട്ട് അവർ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. My dear brothers and sisters, whether the ordinary tribulations of this life or the great tribulation which is going to come in the future, nothing will be able to defeat the people of God, the children of God. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇന്ന് ഈ സമയത്തുണ്ടാകുന്നതായിരിക്കുന്ന പീഡനങ്ങളോ പ്രയാസങ്ങളോ പരിശോധനകളോ ആയിക്കൊള്ളട്ടെ, അഥവാ ഇനിയും മുന്നോട്ട് വരുവാനുള്ള പരിശോധനകൾ കഷ്ടങ്ങളായിക്കൊള്ളട്ടെ, ഇതൊന്നും നമ്മളെ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ പരാജയപ്പെടുത്തി കളയുവാനായിട്ട് മതിയായിരിക്കുന്ന കാരണങ്ങളല്ല. In spite of the great tribulation which will come upon the people of God in the coming days, coming future, and in spite of all the tribulations that the church has faced in her history, the people of God have successfully entered into their eternal state as this vision reveals. നമുക്കറിയാം, സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലും ദൈവജനത്തിന് ദൈവസഭയ്ക്ക് ഉണ്ടായതായിരിക്കുന്ന പരിശോധനകളിൽ കൂടി കടന്നു വന്നായിരിക്കുന്ന ജനം അതിൽ പരാജയപ്പെട്ട് പിന്മാറിപ്പോവുകയില്ല. അവർ ആ കഷ്ടങ്ങളിൽ കൂടി കടന്ന് അവരുടെ വിശ്വസ്തത കാത്തുകൊണ്ട് ആ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചുകൊണ്ട് ഈ അവരുടെ ശോഭനപൂർണ്ണമായിരിക്കുന്ന മഹത്വപൂർണ്ണമായിരിക്കുന്ന ഈ ഭാവിയിലേക്ക്, ആ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. So this final scene from the program of God's salvation tells us that we all will one day share in the victory of Jesus Christ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ഭാവിയെ കുറിക്കുന്നതായിരിക്കുന്ന ഈ ദർശനത്തിൽ നിന്ന് മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്, ഒരു ദിവസം നമ്മൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നേക്കാം, പരിശോധനകളിൽ കൂടി പോകേണ്ടി വന്നേക്കാം, പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു ദിവസം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിലെ വിജയാളികളായി നാം അവൻ്റെ സന്നിധിയിൽ നിൽക്കുമെന്നുള്ള വലിയ സത്യം അതെത്രയോ നമ്മൾക്ക് സന്തോഷം തരുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. Our future is going to be a victorious future. പ്രിയമുള്ളവരെ, നമ്മളുടെ ഭാവി എന്ന് പറയുന്നത്, നമ്മളുടെ ഭാവി പ്രത്യാശ എന്ന് പറയുന്നത് അത് വിജയപൂർണ്ണമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. Dear saints, our future victory depicted here in this vision is not going to be the only victory we will be having. നമുക്കറിയാം, ഇവിടെ പറയുന്നതായിരിക്കുന്ന ഈ ഒരു വിജയം, ഈ ദർശനത്തിൽ കാണുന്ന ഒരു വിജയം മാത്രമല്ല നമ്മുടെ വിജയമായിട്ടിരിക്കുന്നത്. It will be rather a culmination of the victories that Jesus has kept for us right here, right now. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ നമ്മൾക്ക് ജീവിച്ചതായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നേടിയതായിരിക്കുന്ന കർത്താവിന് വേണ്ടി ചെയ്തതായിരിക്കുന്ന സകല നേട്ടങ്ങളുടെയും ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിലുള്ള ഒരു വിജയമായിട്ടാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ആ ഒരു സമയത്തെ ഇവിടെ ബൈബിളിൽ പറയുന്നത്. Those who are going to stand before the throne of God victoriously are the ones who have victoriously lived their life in this world. പ്രിയമുള്ളവരെ, അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ വിജയപൂർണരായി നിൽക്കുന്നതായിരിക്കുന്ന ഓരോ ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അവരുടെ ജീവിതകാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി അവരുടെ ജീവിതങ്ങളെ വിജയകരമായിട്ട് നയിച്ചവരായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. Are we living a victorious Christian life now and here? അതുകൊണ്ട് നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, അപ്രകാരമുള്ള ഒരു ഭാവി പ്രത്യാശയോടുള്ള ബന്ധത്തിൽ, നിത്യതയോടുള്ള ബന്ധത്തിൽ വിജയാളികളായി നിൽക്കണമെന്നുള്ള നിലയിലുള്ള ഒരു ചിന്തയോടുകൂടിയുള്ള ഒരു ജീവിതമാണോ നാം ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഴിക്കുന്നത്? What does a victorious Christian life look like? എങ്ങനെയാണ് ഒരു വിജയിച്ചതായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? Paul gives us a brief summary in Titus chapter 2 verses 11 and 12. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. What does a victorious life look like? എങ്ങനെയാണ് എപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ഒരു വിജയകരമായിരിക്കുന്ന ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? Paul says, "For the grace of God that bringeth salvation hath appeared to all men, teaching us that denying ungodliness and worldly lusts, we should live soberly, righteously and godly in this present world." ഇവിടെ നമ്മൾ വായിക്കുന്നു, സകല മനുഷ്യർക്ക് രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. Dear saints, are we living this way?
പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ നമ്മൾ വായിച്ചായിരിക്കുന്ന ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആ പ്രകാരമുള്ള ഒരു ജീവിതമാണോ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കഴിയുന്നത്? Are we living saying no to ungodliness and worldly lusts? ഇവിടെ ഭക്തികേട് അതുപോലെ പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? Are we living saying yes to a life characterized by sobriety, righteousness and godliness? ഇവിടെ കർത്താവ് പറഞ്ഞായിരിക്കുന്ന സുബോധത്തോടുകൂടി, നീതിയോടുകൂടി അല്ലെങ്കിൽ ദൈവഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതമാണോ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം നാം കഴിക്കുന്നത്? The future that holds victory for us ensures that our present is also characterized by victory. പ്രിയമുള്ളവരെ, നിത്യതയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാവി കാലത്ത് നാം വിജയാളികളായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇപ്രകാരമുള്ളതായിരിക്കുന്ന വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് വലിയവനായിരിക്കും ദൈവം നമ്മളോട് ആവശ്യപ്പെടും. Looking at verse 14, the paradox that we see in verse 14 talks about the secret for Christians' victory. ഇവിടെ 14-ാം വാക്യത്തിൽ ക്രിസ്ത്യാനികളുടെ വിജയകരമായിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു രഹസ്യം നമ്മൾ കാണുന്നുണ്ട്. These victors have washed their robe in the blood of the lamb. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവരെ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. They have made their robes white by washing it in the blood of the lamb. അവര് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി അതിനെ വെളുപ്പിച്ചിരിക്കുകയാണ്. What does it mean? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? What is the secret for Christians' victory? പ്രിയമുള്ള ഒരു ക്രിസ്ത്യാനിയുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? The faith in the blood of Jesus Christ. നമുക്കറിയാം, കർത്താവിന്റെ രക്തത്തിലുള്ള പൂർണ്ണമായിരിക്കുന്ന ആശ്രയം, ആ വിശ്വാസമാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. The faith in the blood of Jesus Christ brings redemption, purification and victory over sin. നമുക്കറിയാം, കർത്താവിന്റെ രക്തത്തിലുള്ളതായിരിക്കുന്ന ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരു വിശ്വാസം, അത് നമ്മൾക്ക് പാപമോചനവും വിടുതലും നൽകുന്നതായിരിക്കുന്ന വിശ്വാസം. Whatever be the challenges that is before us, it is by our faith in the Lord Jesus Christ that gives us victory. പ്രിയമുള്ളവരെ, നാം കടന്നു പോകുന്നതായിരിക്കുന്ന ശോധനകൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിലുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു ആശ്രയവും വിശ്വാസമാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. 1 John chapter 5 verse 5 says, "Who is he that overcometh the world, but he that believeth that Jesus is the Son of God?" കർത്താവ് ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനാണ് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവൻ അല്ലെങ്കിൽ വിജയിക്കുന്നവനെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. My dear brothers and sisters, we need not live a life losing to sin that stands before us, challenging us, trying to take us away from God. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പരാജയപ്പെടുത്തി കളയുവാൻ സാധിക്കുന്ന പാപത്തിന്റെ സ്വാധീനവും പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടുകളും എല്ലാം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ അതിനെ വിജയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച്, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Shall we make use of this great provision and live a life in victory for the glory of God? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് വിജയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സകല കാര്യങ്ങളും അടങ്ങിയതായിരിക്കുന്ന ഈ പ്രത്യേകമായിരിക്കുന്ന കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിജയകരമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. So third aspect of our future we were looking into, and that is our future is characterized by victory. നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ നടത്തിപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം ഇതാണ്, നമ്മളുടെ ഭാവി അത് ഏറ്റവും വിജയപൂർണ്ണമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. The final aspect, the final truth concerning our future I want to leave with you this morning is our future is about the restoration of the original design. പ്രിയമുള്ളവരെ, നാലാമത്തെ നമ്മളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ടുള്ള ആശയം ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മളുടെ ഭാവി എന്ന് പറഞ്ഞാൽ വലിയവനായിരിക്കുന്ന ദൈവം വിഭാവനം ചെയ്ത തൻ്റെ പൂർണ്ണമായിരിക്കുന്ന പദ്ധതികളുടെ പൂർണ്ണമായിരിക്കുന്ന ആ പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ യഥാസ്ഥാപനത്തോടുള്ള ബന്ധത്തിലാണ്. Our future is about restoration. നമ്മളുടെ ആ ഭാവി എന്നുള്ളത് വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണം അല്ലെങ്കിൽ പുനഃസ്ഥാപനത്തോടുള്ള ബന്ധത്തിലാണ്. Verses 15, 16 and 17 talks about this state of restoration. ഇവിടെ 15, 16, 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആ പദ്ധതികളുടെ ആ പുനഃസ്ഥാപനത്തിന്റെ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Because this great multitude, this group of believers, they have persevered through the tribulations and have come victoriously standing before the throne of God. What is it that they are going to experience after this? പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം, ഇവിടെ നമ്മൾ കണ്ടതായിരിക്കുന്ന ഈ മഹാപുരുഷാരം, സകല ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വന്നായിരിക്കുന്ന ഈ പുരുഷാരം, അവർ ഇത്ര പ്രയാസപ്പെട്ട് അവരുടെ ജീവിതങ്ങളെ ഈ ഭൂമിയിൽ കഴിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അവരുടെ പരിശോധനകളെ നേരിട്ട് അവർ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിജയാളികളായി ഇന്ന് ഈ നിത്യതയിലായിരിക്കുന്നത്. എന്നാൽ എന്താണ് മുന്നോട്ടുള്ള അവരുടെ ഭാവി, എന്താണ് മുന്നോട്ട് അവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്? The blessing that God has kept for them is they will dwell in his eternal presence, the presence of God and the Lamb of God. പ്രിയമുള്ളവരെ, അവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന പ്രതിഫലം, അവകാശം എന്ന് പറയുന്നത് നിത്യകാലം അവർ വലിയവനായിരിക്കുന്ന ദൈവത്തോടും
അവരുടെ കുഞ്ഞാടായിരിക്കുന്ന കർത്താവിനോടും കൂടെ ആ പർദീസയിലായിരിക്കും എന്നുള്ള കാര്യമാണ്. Verse 15, the final part says, and he that sitteth on the throne shall dwell among them. അവിടെ നമ്മൾ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. Remember, this is the blessing for which God had originally created man. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാണെങ്കിൽ വലിയവനായിരിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ താൻ ഉദ്ദേശിച്ചതായിരിക്കുന്ന പരിപാടി എന്തായിരുന്നു? Why did God create Adam and Eve in his own image? ആദമിനെയും ഹവ്വയെയും ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതി എന്തായിരുന്നു? Among other things, so that they may live in close fellowship with God. നമുക്കറിയാം, ദൈവം അവരെ ആ തോട്ടത്തിൽ ആ രീതിയിൽ ആക്കി വെച്ചത് അവരെന്നും എപ്പോഴും ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ സഹവാസം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. But we know the original fellowship was disrupted because of sin. എന്നാൽ അത് അങ്ങനെയല്ല സംഭവിച്ചത്. നമ്മൾക്കറിയാം, അവർ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയവരായി ദൈവത്തിന് അവരോടുകൂടെ വസിക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. But now when we look at this final scene from God's program of salvation, what do we see? എന്നാൽ ഇവിടെ ഈ ദർശനത്തിൽ ദൈവത്തിന്റെ ആ രക്ഷാപദ്ധതിയുടെ അവസാന ക്രമീകരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യം എന്താണ്? The fellowship with God which was disrupted by sin is now being restored, and that too forever. പാപം ചെയ്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയതായിരിക്കുന്ന ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ കൂട്ടായ്മ അല്ലെങ്കിൽ സഹവാസം അതിവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. വീണ്ടും അത് ശരിയായ രീതിയിൽ ക്രമീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. Just like the state wherein Adam was before he ate of that forbidden fruit. പ്രിയമുള്ളവരെ, വിലക്കപ്പെട്ടതായിരിക്കുന്ന ആ കനി ആദാം ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ അവസ്ഥ എപ്രകാരമായിരുന്നുവോ ആ ഒരു അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരുമായി തീരുവാൻ പോവുകയാണ്. We will also enjoy the same great privilege of dwelling in the presence of God forever. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ആ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആദിയിൽ ആദാമ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ എപ്രകാരമായിരുന്നുവോ അതേ അവസ്ഥയിലേക്ക് നാമം മാറ്റപ്പെടുവാൻ പോവുകയാണ്. ദൈവം നമ്മളെ അപ്രകാരമാക്കി തീർക്കുവാൻ പോവുകയാണ്. However, there will be one difference. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. Adam had the possibility of losing that fellowship which he did. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവൻ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചു. ആ രീതിയിലുള്ള കൂട്ടായ്മ അവനുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തത് നഷ്ടപ്പെടുത്തുവാനുള്ളൊരു സാധ്യത, അതിനുള്ളൊരു സാധ്യത തനിക്ക് അവിടെയും ഉണ്ടായിരുന്നു. അത് താൻ ആ രീതിയിൽ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയെന്ന് നമ്മൾക്കറിയാം. But when we will enter into that glorious presence of God forever, that possibility will no longer remain. എന്നാൽ നമ്മൾക്കറിയാം, ഇന്ന് നമ്മളുടെ ഭാവിയിൽ നിത്യതയിൽ നാം ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ അപ്രകാരമുള്ളൊരു സാധ്യത ഇനിയും ശേഷിക്കുന്നില്ല. നമുക്കറിയാം, പാപം ചെയ്ത ദൈവത്തിന്റെ ആ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുവാൻ, അവനോടുള്ള സഹവാസം മാറ്റിക്കളയുവാനായിട്ടുള്ള ഒരു സാധ്യത അവശേഷിക്കാതെ വണ്ണമുള്ള ഒരു അവസ്ഥയിലേക്ക് നാം ആയി തീരുവാൻ പോവുകയാണ്. So we will have a blessed eternal future in the presence of the Lord. The kind of fellowship which Adam had, we will be restored to that original design. പ്രിയമുള്ളവരെ, ആദാമിന്റെ ജീവിതത്തിൽ തനിക്ക് ആ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ പ്രകാരമായിരുന്നു അതുപോലെ തന്നെ ഉള്ള ഒരു അവസ്ഥയിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, നിത്യമായിരിക്കുന്ന കാലം ദൈവത്തോടുകൂടെ നാം ആ ഒരു അവസ്ഥയിലായി തീരുവാനായിട്ട് പോവുകയാണ്. The language used here in verses 15, 16 and 17 resembles the language of Isaiah, especially chapter 49. ഇവിടെ ഈ 14, 15, 16, 17 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഷ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ ആ 17 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞായിരിക്കുന്ന വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് അതിനെ ചിന്തിക്കുവാൻ സാധിക്കും. Our future is not just concerning living with God in His presence, but also enjoying the blessings that comes along with the presence of God. പ്രിയമുള്ളവരെ, നമ്മൾ ഈ രീതിയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവന്റെ സാമീപ്യം അനുഭവിക്കും. ആ രീതിയിൽ നമ്മൾ ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടും. We will forever enjoy the care and comfort and provisions and safety which our Lord God will give us. വലിയവനായിരിക്കുന്ന ദൈവം നമ്മൾക്ക് തരുന്നതായിരിക്കുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും അതുപോലെ തന്നെ ആ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കുന്നതായിരിക്കുന്ന ഒരു ജനമായി നാം മാറ്റപ്പെടുവാനായിട്ട് That's what we read in verse 16. They shall hunger no more, neither thirst anymore, neither shall the sun light on them, nor any heat, etc. ഇവിടെ പറയുന്നതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നു. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. Or when we read Revelation chapter 21 verses 3 and 4, the same state has been described in a more understandable manner. 21-ാം അധ്യായത്തിലേക്ക് നാം വെളിപ്പാട്ടിൽ വരുമ്പോഴും ഈ ഒരു കാര്യം തന്നെ കൂടുതൽ വിശദീകരിച്ച് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Especially verse 4, and God shall wipe away all tears from their eyes, and there shall
be no more death, neither sorrow nor crying, neither shall there be any more pain, for the former things are passed away. നമുക്കറിയാം, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മറുപടിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. Dear saints, this is the future that awaits us. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ഭാവിയാണ് നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. We will dwell with our Lord forever. നമ്മൾ നമ്മുടെ രക്ഷിതാവായിരിക്കും ദൈവത്തോടു കൂടി, നമ്മുടെ പിതാവായിരിക്കും ദൈവത്തോടു കൂടി എന്നും 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 എന്നേക്കും വാഴുവാൻ പോവുകയാണ്. Enjoying His presence, His care, His comfort, His provisions, His safety. What a blessed future we തന്റെ have. സാമീപ്യവും തന്റെ സുരക്ഷിതത്വവും തന്റെ കരുതലും തന്റെ ക്രമീകരണങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് അവനോടുകൂടെ നാം നിത്യകാലം വാഴുവാനായിട്ട് പോവുകയാണ്. So if our future is about living with God forever, പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ദൈവത്തോടുകൂടി എന്നും എന്നേക്കും ആയിരിക്കുന്നതാണ് എങ്കിൽ, if our future is about participating in the Lord's victory, അവിടെ ദൈവത്തിന്റെ ആ വിജയത്തിലെ കൂട്ടാളികളായി തീരുവാനായിട്ടാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ, if our future is about worshiping God forever, പ്രിയമുള്ളവരെ, ആ ദൈവത്തെ നിത്യമായിരിക്കുന്ന കാലം ആരാധിക്കുവാനാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മളെ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ, if our future is about seeing God's faithfulness in its fullness, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആ വിശ്വസ്തതയുടെ പൂർത്തീകരണം, അതിന്റെ പരിപൂർണതയാണ് നമ്മൾ നമ്മുടെ ഭാവിയിൽ കാണുവാനായിട്ട് പോകുന്നതെങ്കിൽ, how can we not live for this future? പ്രിയമുള്ളവരെ, ഈ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിട്ടല്ലാതെ എപ്രകാരമാണ് നമുക്ക് ജീവിക്കുവാൻ? How can we waste our life living for this world? പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് വേണ്ടിയിട്ട്, ഇതിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങളെ ചെലവഴിച്ചുകൊണ്ട് അതിനെ വ്യർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് എപ്രകാരം ജീവിക്കുവാനായിട്ട് സാധിക്കും? My dear brothers and sisters, let us not live for this present. പ്രിയമുള്ളവരെ, നാം ഈ നിമിഷത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാതിരിക്കട്ടെ. Let us live this present for the future. ഈ നിമിഷത്തിലും നാം നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഭാവിയുടെ ആ പ്രത്യാശയിൽ ജീവിക്കുന്നവരായി തീരുവാനായിട്ട് ഇടയാകും. A glorious and blessed future is awaiting us. പ്രിയമുള്ളവരെ, മഹത്വപൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു നിത്യമായിരിക്കുന്ന ഭാവി പ്രത്യാശയാണ് നമ്മൾക്കുള്ളത്. Let us put our attention on the things above. അതുകൊണ്ട് ഉയരത്തിലുള്ള മുകളിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി നമുക്ക് തീരാം. Let us understand what our future is all about as we learn today. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന അവസ്ഥയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭാവിയിൽ നമുക്കുണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർമ്മയുള്ളവരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. Let us live for God. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി നമുക്ക് തീരാം. May His name be glorified. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.